1964 ഈ സ്കൂള് UP വിഭാഗമായിട്ട് പ്രവർത്തനം ആരംഭിക്കുന്നത്. അതിനുശേഷം 76 ഹൈസ്കൂളായി അപ്ഗ്രേഡ് ചെയ്തു. ഇന്ന് 2014 ഹയർ സെക്കൻഡറി സ്കൂളായിട്ട് വീണ്ടും അപ്ഗ്രേഡ് ചെയ്തു. തികച്ചും ഗ്രാമീണമായ അന്തരീക്ഷത്തിൽ മൂവാറ്റുപുഴയുടെ സമീപ പ്രദേശത്തായി ഒരു കൊച്ചു ഗ്രാമ അന്തരീക്ഷത്തിലാണ് ഈ സ്കൂള് നിലനിൽക്കുന്നത്. ഈ സ്ഥാപനത്തിൽ മൊത്തം 1478 കുട്ടികളും 57 അധ്യാപകരും 7 അനധ്യാപകരും വർക്ക് ചെയ്യുന്നു. ഇവിടെ അധ്യാപകർ വളരെ കഠിനാധ്വാനം ചെയ്ത് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ രാത്രി ഇവിടെ താമസിപ്പിച്ച് പഠിപ്പിച്ച് ആണ് 100% റിസൾട്ട് കഴിഞ്ഞ 5 വർഷമായി നേടിയെടുത്തത്. ഈ കഴിഞ്ഞ വർഷം ഈ സ്ഥാപനത്തിൽ മൂവാറ്റ വിദ്യാഭ്യാസ ജില്ലയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുകയും, അതായത് 284 കുട്ടികൾ പരീക്ഷ എഴുതുകയും അവർ എല്ലാവരും ജയിക്കുകയും 16 കുട്ടികൾക്ക് ഫുൾ A+ കിട്ടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ 9 കുട്ടികൾക്ക് 9 വിഷയങ്ങൾക്ക് A+, 10 കുട്ടികൾക്ക് 8 വിഷയങ്ങൾക്കും A+ കിട്ടി. അതിന്റെ ഭാഗമായി മൂവാറ്റ വിദ്യാഭ്യാസ ജില്ലയിലെ ഏറ്റവും നല്ല വിദ്യാലയം, ഏറ്റവും മികച്ച വിദ്യാലയം എന്ന ബഹുമതി നേടുകയും ബഹുമാനപ്പെട്ട കേരള ഗവർണറിൽ നിന്ന് അതിനുള്ളതായ പുരസ്കാരം വാങ്ങിയെടുക്കാനും ഞങ്ങൾക്ക് സാധിച്ചു എന്നത് വളരെ അഭിമാനത്തോടെ ഞങ്ങൾ പറയുന്നു. ഈ സ്ഥാപനത്തിൽ മൊത്തം 6 ബിൽഡിങ്ങുകളുണ്ട്. ഈ 6 ബിൽഡിങ്ങുകളായി ഹൈസ്കൂളിൽ 20 ഡിവിഷനും UPയിൽ 14 ഡിവിഷനും അങ്ങനെ മൊത്തം 34 ഡിവിഷൻ സ്കൂൾ തലത്തിലും ഹയർ സെക്കൻഡറി, കൊമേഴ്സ്, സയൻസ് എന്നീ ബാച്ചുകളിലായി 3 ക്ലാസുകളും ഉണ്ട്. ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റ് 2014 സ്റ്റാർട്ട് ചെയ്തത്. 170 പിള്ളേർ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിലുണ്ട്. നമ്മൾ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റുഡൻസിന്റെ ഡിസിപ്ലിൻ ഇല്ലാണ്ട് തന്നെ അവരുടെ പേഴ്സണൽ അറ്റൻഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. വീക്കർ സ്റ്റുഡൻസിന് വേണ്ടി സ്പെഷ്യൽ ക്ലാസ് ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ അവരുടെ പേഴ്സണൽ അറ്റൻഷന് വേണ്ടിയും അവരുടെ പേഴ്സണൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി കൗൺസിലിംഗ് ക്ലാസ്സസ് ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. പേഴ്സണൽ കൗൺസിലിംഗ് ക്ലാസ്സസ് ആദ്യം ടീച്ചർ ഹാൻഡിൽ ചെയ്തിട്ട് അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് എക്സ്പെർട്ടായിട്ട് ഞങ്ങൾ അതിനെ സോൾവ് ചെയ്യാൻ നോക്കും. ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി പ്രത്യേക വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കി വരുന്നുണ്ട്. അതിന്റെ ഭാഗമായി പാഠ്യേതര വിഷയങ്ങളിൽ കുട്ടികൾക്ക് റിസോഴ്സ് അധ്യാപകരുടെ IDSS റിസോഴ്സ് അധ്യാപകരുടെ സേവനം ലഭ്യമാക്കി വരുന്നു. 2009 മുതലാണ് ഈ സ്കൂളിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആരംഭിച്ചത്. വിഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന 40ഓളം കുട്ടികൾ നമ്മുടെ സ്കൂളിൽ ഉണ്ട്. ഈ കുട്ടികൾക്ക് പരിശീലനം നൽകുകയാണ് ചെയ്തു വരുന്നത്. സാധാരണ ടീച്ചർ പഠിപ്പിക്കുന്ന അവസ്ഥയിൽ അതേ ക്ലാസ്സിൽ തന്നെ റിസോഴ്സ് അധ്യാപിക ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പാഠ്യവിഷയങ്ങളിൽ അനുരൂപീകരണങ്ങൾ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻസ് നൽകിയാണ് പഠിപ്പിക്കുന്നത്. അപ്രകാരം ഈ കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിൽ ലാബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് 4 ലാബ് ഉണ്ട്. കെമിസ്ട്രി, ഫിസിക്സ്, ബോട്ടണി ആൻഡ് സുവോളജി. കെമിസ്ട്രി ലാബിൽ ഒരു ബാച്ചിൽ 32 കുട്ടികളെ കെമിസ്ട്രി ലാബിൽ നമുക്ക് സ്ഥലം കൊടുക്കാൻ പറ്റും. അത് ഒരുമിച്ച് അവർക്ക് പേഴ്സണൽ ആയിട്ട് ടൈട്രേഷനും എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള സ്ഥലം അതിലുണ്ട്. ഈ കെമിസ്ട്രി ലാബ് ഒരു ഹൈടെക് ലാബായിട്ട് നമ്മളിപ്പോൾ
തീരുമാനിച്ചു കഴിഞ്ഞിട്ട് അതിനെ ഒരു ഡെവലപ്മെന്റ് സ്റ്റേറ്റിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇത് കൂടാതെ ഫിസിക്സ് ലാബിനെ കുറിച്ച് പറയുമ്പോൾ ഫിസിക്സ് ലാബിൽ മോർ ദാൻ 32 സ്റ്റുഡൻസ് അറ്റ് എ ടൈം നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഫിസിക്സ് ലാബിൽ സ്പെഷ്യൽ ഡാർക്ക് റൂം ഉണ്ട്, അവർക്ക് എക്സ്പെരിമെന്റ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി. ബയോ ലാബ് സെപ്പറേറ്റ് ആയിട്ട് ബോട്ടണി സോളജി ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ബോട്ടണി സോളജിൽ 32 മൈക്രോസ്കോപ്പ് വെച്ചിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ബോട്ടണി സോളജി ലാബിൽ പ്രൊജക്ടർ ഫെസിലിറ്റീസും നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഹൈസ്കൂൾ UP വിഭാഗത്തിന്റെ ലാബാണെങ്കിലും വളരെ എക്യുപ്ഡ് ആണ്. കുട്ടികളെ നേരത്തേതിനേക്കാൾ വ്യത്യസ്തമായിട്ട് ലേണിംഗ് ബൈ ഡൂയിങ് എന്ന തത്വം ഉപയോഗിച്ചാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. അവരെ ഗ്രൂപ്പുകളാക്കി തിരിച്ച് അവർ ആസൂത്രണം ചെയ്ത പരീക്ഷണങ്ങളാണ് ലാബിൽ നടപ്പാക്കുന്നത്. അതുകൊണ്ട് തന്നെ പഠന നിലവാരം ഉയർത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ശാസ്ത്ര വിഷയങ്ങളിൽ നേരത്തേനേക്കാൾ കൂടുതൽ അഭിരുചി ഉണ്ടാക്കാനും കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങളൊരു ആക്ടിവിറ്റി റൂം സജ്ജീകരിച്ചിട്ടുണ്ട്. ആ ആക്ടിവിറ്റി റൂമിലാണ് മിക്കവാറും പരീക്ഷണങ്ങളെല്ലാം തന്നെ ഹൈസ്കൂൾ UP വിഭാഗത്തിലെ കുട്ടികൾ ചെയ്യുന്നത്. ആക്ടിവിറ്റി റൂമിൽ അതോടൊപ്പം സയൻസ് ഫെയറിന് വേണ്ടിയിട്ടുള്ള കുട്ടികൾ തയ്യാറാക്കുന്ന ഉപകരണങ്ങളും ഉണ്ട്. സ്കൂൾ തലത്തിൽ ഞങ്ങൾ സയൻസ് ഫെയർ സംഘടിപ്പിക്കാറുണ്ട്. അതിൽ നിന്ന് വിജയികളായിട്ടുള്ളവരെ സബ് ജില്ലാ, ജില്ലാതല മത്സരങ്ങളിലും അവിടെ നിന്ന് വിജയികളായിട്ടുള്ളവരെ സംസ്ഥാന തലത്തിൽ മത്സരിപ്പിക്കാറുണ്ട്. മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിലെ ഏറ്റവും മികച്ച IT ലാബുകളിലൊന്നാണ് ഈ സ്കൂളിലേത്. 22 കമ്പ്യൂട്ടറുകളാണ് ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇവിടെ നമ്മൾ ക്രമീകരിച്ചത്. നമ്മൾ കുട്ടികൾക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ UP വിഭാഗത്തിൽ 3 കുട്ടികൾക്ക് 1 കമ്പ്യൂട്ടർ വീതം നമ്മൾ ലഭ്യമാക്കുന്നു. അതുപോലെ ഹയർ സെക്കൻഡറിയിലും 2 കുട്ടികൾക്ക് 1 കമ്പ്യൂട്ടർ എന്ന രീതിയിൽ ലാബുകൾ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ സ്കൂളിലെ പഠന പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് സഹായകമാകുന്ന വിധത്തിൽ അവരുടെ വായനാശീലം വളർത്തുന്നതിന് വേണ്ടിയും ഉതകുന്ന വിധത്തിലുള്ള ഒരു ലൈബ്രറിയാണ് നമുക്കുള്ളത്. ഏതാണ്ട് 5200ഓളം പുസ്തകങ്ങൾ ഈ ലൈബ്രറിയിൽ ഉണ്ട്. കഥാ, നോവൽ ശാസ്ത്രം തുടങ്ങി വിവിധ വിഷയങ്ങളായി തിരിച്ചാണ് പുസ്തകങ്ങൾ ലൈബ്രറിയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ചരിത്രം, ഭൂമിശാസ്ത്രം, മലയാളം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിങ്ങനെ വിവിധ വിഷയങ്ങളുള്ള റഫറൻസ് ഗ്രന്ഥങ്ങൾ നമ്മുടെ ലൈബ്രറിയിൽ ഉണ്ട്. ഇതുകൂടാതെ നമ്മുടെ വിദ്യാർത്ഥികൾ രചിച്ച പുസ്തകങ്ങളും നമ്മുടെ ലൈബ്രറിയിലുണ്ട്. കുട്ടികളുടെ വായനാശീലം വളർത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ലൈബ്രറി സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ തലമുറയെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒന്നാണ് സിനിമ. സിനിമ പോസിറ്റീവായും നെഗറ്റീവായും കുട്ടികളെ സ്വാധീനിക്കുന്നു. സിനിമയുടെ പോസിറ്റീവ് വശങ്ങളെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി എല്ലാ വർഷവും ഞങ്ങൾ ഫിലിം ഫെസ്റ്റിവലുകൾ സംഘടിപ്പിക്കാറുണ്ട്. കുട്ടികൾക്ക് പരിചയമില്ലാത്തതായ അല്ലെങ്കിൽ ലഭിക്കാൻ സാധ്യതയില്ലാത്തതായ ലോക ക്ലാസിക്കുകളായ പല സിനിമകളും നമ്മൾ കുട്ടികൾക്ക് ഈ ഫിലിം ഫെസ്റ്റിവലിൽ ഉൾപ്പെടുത്തുന്നു. കളർ ഓഫ് പാരഡൈസ്, മോഡേൺ ടൈംസ്, ബൈസിക്കിൾ തീവ്സ് തുടങ്ങിയ നല്ല നല്ല സിനിമകൾ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഈ ഫിലിം ഫെസ്റ്റിവലുകളിൽ ഒരുക്കുന്നുണ്ട്. ഒമ്പതാം ക്ലാസ്സിലെ മലയാളത്തിലെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും നടത്തുന്ന ഒന്നാണ് നാടൻ പക്ഷിമേള എന്ന പേരിൽ നമ്മൾ നടത്തുന്ന ഒന്നാണ്. ഇതിൽ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ നാടൻ ആഹാര രീതിയോട് നമ്മുടെ കേരളത്തിലെ സംസ്കാരം പുതിയതായിട്ട് വളർന്നു വരുന്ന കുട്ടികൾ മറന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതൊരു സത്യമാണ്. കുട്ടികളിൽ ഒരു കൂട്ടായ്മ വളർത്തുവാനും ഒപ്പം എന്താണ് നാടൻ ആഹാര രീതി, നമ്മൾ എന്തൊക്കെയായിരുന്നു ഭക്ഷിച്ചുകൊണ്ടിരുന്നത് എന്നതിന് അവർക്കൊരു പ്രചോദനം നൽകുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് മലയാള വിഭാഗത്തിലെ അധ്യാപകർ ഇത് വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് തകരയില, അതുപോലെ തന്നെ താള്, മുരിങ്ങ ഇല, ഇങ്ങനെ തുടങ്ങിയ പല ഇലകൾ, കാച്ചിൽ, ചേമ്പ്, ചേന, ഇങ്ങനെ തുടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ, ഒപ്പം തന്നെ അത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നതിനെ കുറിച്ചുമാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ തന്നെ അത് വീട്ടിൽ ഉണ്ടാക്കുകയും അമ്മമാരവരെ സഹായിക്കുകയും അതിൻ്റെ ഒരു പാചകക്കുറിപ്പ് ഇവർ തയ്യാറാക്കുകയും ചെയ്യുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ കുട്ടികളത് കലാകാലങ്ങളിൽ അത് മനസ്സിൽ ഓർമ്മ വയ്ക്കാനുള്ള, ഓർത്തിരിക്കുവാനുള്ള ഒരു കാരണവും കൂടെയായിട്ട് അത് മാറുകയാണ് ചെയ്യുന്നത്.
എല്ലാവരെയും കൂട്ടി സ്കൂളിലെ അധ്യാപകരെല്ലാവരെയും വിളിച്ച് കുട്ടികൾ തന്നെ അവർ തന്നെ എല്ലാ പ്രോഗ്രാമും ഒപ്പം തന്നെ നോട്ടീസ് തയ്യാറാക്കുക, പാഠ്യപദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ചാർട്ട് തയ്യാറാക്കുക, നോട്ടീസ് തയ്യാറാക്കി അധ്യാപകരെല്ലാവരെയും ക്ഷണിക്കുക, ഒപ്പം കൂട്ടുകാർക്ക് ഇതിനെക്കുറിച്ചൊരു കത്തെഴുതുക. അങ്ങനെ ഒരു പ്രോഗ്രാമിൽ വെച്ചുകൊണ്ട് തന്നെ വിവിധ പാഠ്യ ഉദ്ദേശങ്ങൾ നിറവേറ്റുക എന്നൊരു കാഴ്ചപ്പാടും കൂടെ ഇതിന്റെ പിന്നിൽ ഉള്ളതാണ്. വിവിധ നിലവാരങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ഞങ്ങളുടെ സ്കൂളിലുള്ളത്. അവർക്കെല്ലാം ഒരു അനുഗ്രഹപ്രദമാണ് ഈ ഉച്ചഭക്ഷണ വിതരണം. വിവിധ ദിവസങ്ങളിൽ വ്യത്യസ്തമായ കറികൾ നൽകുന്നുണ്ട്. ആഴ്ചയിൽ 2 ദിവസം പാലും 1 ദിവസം മുട്ടയും ക്രമമായി ഞങ്ങൾ നൽകി വരുന്നു. ഓരോ ദിവസവും ആവശ്യമായ പോഷകാംശങ്ങൾ നൽകി ആണ് ഞങ്ങൾ ഭക്ഷണം പാകം ചെയ്യുന്നത്. അത് കുട്ടികൾക്ക് ഏറെ പ്രയോജനപ്രദമാണ്. അവരുടെ ആരോഗ്യ പരിപാലനത്തിന് ഞങ്ങൾ ഏറെ ശ്രദ്ധാലുക്കളാണ്. ഞങ്ങളുടെ സ്കൂളിൽ ജൂനിയർ റെഡ് ക്രോസിൻ്റെ പ്രവർത്തനം വളരെ സജീവമായി നടന്നു വരുന്നു. 8, 9, 10 ക്ലാസ്സുകളിലായി 60 കുട്ടികൾ ഞങ്ങൾക്ക് ഈ യൂണിറ്റിലുണ്ട്. അന്താരാഷ്ട്ര സൗഹൃദം സമ്പന്നമാക്കുക, ആരോഗ്യം പരിപാലിക്കുക, കൂടാതെ സേവന സന്നദ്ധരായ ഒരു കൂട്ടം ജനതയെ അല്ലെങ്കിൽ ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് റെഡ് ക്രോസിൻ്റെ ലക്ഷ്യങ്ങൾ. ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ വളരെ സജീവമായി ഇവിടെ നടത്തിവരുന്നു. അതിന് ഈ സ്കൂളിലെ മാനേജ്മെന്റിന്റെയും അതുപോലെ തന്നെ PTA-യുടെയും നിർലോഭമായ സഹകരണം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഭാവി പൗരന്മാരായ വിദ്യാർത്ഥി സമൂഹത്തെ തികഞ്ഞ അച്ചടക്കമുള്ളതും നേതൃത്വ ഗുണമുള്ളതും മികച്ച സ്വഭാവമുള്ളതുമാക്കി മാറ്റുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിക്കുന്ന പ്രസ്ഥാനമാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്. എബനേസർ ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷമായി വളരെ നല്ല രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. ചുരുക്കം ചില കുട്ടികളുമായി പ്രവർത്തനം ആരംഭിച്ച ഈ പ്രസ്ഥാനത്തിൽ ഇന്ന് 120ഓളം കുട്ടികളും അതോടൊപ്പം സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ അഡ്വാൻസ് ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞ 4 അധ്യാപകരും ഇന്ന് ഈ വിദ്യാലയത്തിലുണ്ട്. സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രസ്ഥാനത്തിൽ ചേർന്ന് നല്ല രീതിയിൽ പഠനം പൂർത്തീകരിച്ച കുട്ടികൾക്ക് പ്രത്യേകമായ ഗ്രേസ് മാർക്കും അതിലൂടെ SLC പരീക്ഷയിൽ ഉയർന്ന ഗ്രേഡും കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. SLC പരീക്ഷയിൽ ഉയർന്ന ഗ്രേഡ് വാങ്ങുന്നതിലുപരി സ്കൂളിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായി ഇടപെടുന്നതിനും ഇതിലെ അംഗങ്ങളായ കുട്ടികൾക്ക് സാധിച്ചു എന്ന ചാരിതാർത്ഥ്യവും ഞങ്ങൾക്കുണ്ട്. കുട്ടികളുടെ ആരോഗ്യ പരിപാലനവും വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളും ലക്ഷ്യമിട്ട് സോഷ്യൽ സർവീസ് എന്ന ഒരു വിഭാഗം കാലാകാലങ്ങളായി ഈ സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. 2014 മുതൽ ഇതിന്റെ സേവനം അല്പം വിപുലപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ചിന്തിക്കുകയും കുട്ടികളുടെ സാമൂഹ്യ സേവനം ലക്ഷ്യമാക്കിക്കൊണ്ട് ഹെൽപ്പിംഗ് ഫണ്ട് ഇൻ എബനേസർ എന്ന പേരിൽ ഒരു ചാരിറ്റി ബോക്സ് ഞങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ നിന്നും ആഴ്ചയിൽ 1 ദിവസം ഞങ്ങൾ കുട്ടികളിൽ നിന്ന് കളക്ട് ചെയ്തെടുക്കുന്ന തുകയും അതോടൊപ്പം മാനേജ്മെന്റും സ്റ്റാഫും ചേർന്ന് എടുക്കുന്ന തുകയും കൂട്ടിച്ചേർത്ത് നിർധനരായ കുട്ടികളിൽ ചികിത്സാ സഹായം എത്തിച്ചു കൊടുക്കുക എന്നതാണ് ഇതിൽ നിന്ന് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആഴ്ചയിൽ 1 ദിവസം ഒരു നേഴ്സിന്റെ സഹായം ഞങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട്. കുട്ടികളുടെ ആരോഗ്യ പരിപാലനവും അതോടൊപ്പം മാനസികമായി കുട്ടികൾക്ക് ഒരു സഹായം ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. പഠന വിഷയങ്ങൾക്ക് കൂടാതെ പാഠ്യേതര വിഷയത്തിലും നിരവധി കാര്യങ്ങൾ ഈ സ്കൂളിൽ അധ്യാപകരും പ്രിൻസിപ്പളും ഉൾക്കൊള്ളുന്ന ആ ഒരു ടീമായി നിന്നുകൊണ്ട് അവർ ചെയ്യുന്നുണ്ട്. 2 കായിക അധ്യാപകരും ഒരു മ്യൂസിക് ടീച്ചറെ കൂടാതെ കുട്ടികളിൽ കലാവാസനയുള്ള കുട്ടികളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി പുറമേ നിന്നും അധ്യാപകരെ നിയമിച്ചിട്ടുണ്ട്. വയലിൻ, ഗിത്താർ, തബല, കീബോർഡ്, ഡ്രം സെറ്റ് ഉൾപ്പെടെയുള്ള കുട്ടികളുടെ കലാവിനോദങ്ങളിൽ കൂടുതലായിട്ട് ശ്രദ്ധ ചെലുത്തുവാൻ ഈ സ്കൂളിന് കഴിയുന്നുണ്ട്. അത്
ഏറ്റവും നല്ല നിലയിൽ ആ കുട്ടികളെ പരിശീലിക്കുന്നുണ്ട്. ഞങ്ങളുടെ കുട്ടികൾ എല്ലാ വർഷവും സബ് ജില്ലാ യുവജനോത്സവങ്ങളിലും ജില്ലാ യുവജനോത്സവങ്ങളിലും സംസ്ഥാന യുവജനോത്സവങ്ങളിലും പങ്കെടുക്കാറുണ്ട്. സബ് ജില്ലാ യുവജനോത്സവങ്ങളിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് വരെ ഞങ്ങൾ നേടിയിട്ടുണ്ട്. അവസാനം നടന്ന കോഴിക്കോട് സംസ്ഥാന യുവജനോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം നാടൻപാട്ട് മത്സരത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കുകയും ആ കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ജിങ്ക 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 ഓണത്താറാടി വരുന്നടി കുഞ്ഞേ ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നടി കുഞ്ഞേ ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നടി കുഞ്ചി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നടി കുഞ്ചി ഓണത്താറാടി വരുന്നേ. ഒപ്പനയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ 10 കുട്ടികളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ കുട്ടികൾ വളരെ നല്ല രീതിയിൽ പരിശീലനം നടത്തുകയും അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയും ചെയ്യാറുണ്ട്. പുകൾ പൊങ്കും നസാവിങ്കൽ അഗമികമാക്കിന മഹദികദീജ പതിസ്വർഗ പദവിയിൽ ദിതമൊടു കുതുമിടും അതിർപ്പമിത അതിർപ്പമിതേ വിളങ്കരിന്തിടാൻ ജോഗിതര കഥമാകിന ഭാഗം അജപുള്ളവാ മംഗള മംഗള വേള ഇതൊളി തെളിവായ് തെളിവോളിന്ത മുഖ്യമാനെ കുറിശിയിൽ പൊൻതാരമാകെ താരമാകിന പാരണങ്ങൾ തികവ വൈത്തും മികവരാമേ മികവരാകിന മുഹമ്മദാരിൽ സുഹൃത ബന്ധവു മരിന്ത കൗമേ കായിക രംഗങ്ങളിൽ എബനേസർ ഹൈസ്കൂൾ കുറച്ചു കാലമായി വളരെ മികച്ച നേട്ടമാണ് കൈവരിച്ചിട്ടുള്ളത്. രാവിലെയും വൈകിട്ടും ക്രിക്കറ്റിനും ഫുട്ബോളിനും അത്ലറ്റിക്സിനുമായി പ്രത്യേകം പ്രാക്ടീസ് നടത്തുന്നുണ്ട്. ഫുട്ബോളിന് മികച്ചൊരു ടീം ഇവിടെയുണ്ട്. കഴിഞ്ഞ സബ് ജില്ലാ ഫുട്ബോൾ ടൂർണമെന്റിൽ ജൂനിയർ വിഭാഗത്തിൽ 2ാം സ്ഥാനം ലഭിക്കുകയുണ്ടായി. ക്രിക്കറ്റിലാണെങ്കിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച അണ്ടർ 15 ടൂർണമെന്റിൽ 3 കൊല്ലമായിട്ട് മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ ചാമ്പ്യന്മാരാണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച അണ്ടർ 15 ടൂർണമെന്റിൽ നിന്ന് ഇവിടുത്തെ 3 കുട്ടികൾക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ക്യാമ്പിലേക്ക് സെലക്ഷൻ ലഭിക്കുകയും അവർ സ്റ്റേറ്റ് ടീമിൽ അംഗത്വം ലഭിക്കുകയുണ്ടായി. വരും കാലത്ത് കായിക രംഗത്ത് മികച്ച വിദ്യാർത്ഥികളെ വാർത്തെടുക്കുക എന്നുള്ളതാണ് അധ്യാപകരുടെയും ഞങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും ലക്ഷ്യം. കഴിഞ്ഞ കാലങ്ങളിലെ മാനേജ്മെന്റും ഇപ്പോഴത്തെ മാനേജ്മെന്റും ഈ സ്കൂളിനെ പരിപാലിച്ചു പോകുന്ന കാര്യത്തിൽ പ്രഗത്ഭരായിരുന്നു. നല്ല രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങളാണ് മാനേജ്മെന്റ് ഈ സ്കൂളിന് വേണ്ടി നടത്തിയിട്ടുള്ളത്. ഇവിടെ ശക്തമായിട്ടുള്ള PTA ആണ് ഉള്ളത്. PTA മാനേജ്മെന്റും സ്കൂൾ പ്രിൻസിപ്പാളും ടീച്ചേഴ്സും ഉൾപ്പെടുന്ന യോജിച്ച് പ്രവർത്തിക്കുന്ന നല്ല എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടു പോകുന്ന ഒരു PTA ആണ് ഈ സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം PTA നന്നായിട്ടുള്ള ഇടപെടലുകൾ ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്കും ഉന്നമനത്തിനും ഉയർച്ചയ്ക്കും എല്ലാം ഒത്തൊരുമിച്ച് നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കുട്ടികളുടെ വിജയശതമാനം കൂട്ടുന്നതിന് വേണ്ടി PTA അധ്യാപകരും മാനേജ്മെന്റും അതേപോലെ തന്നെ പേരൻസിന്റെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള സഹകരണവും ഇടപെടലുകളും ഈ സ്കൂളിന് ഉണ്ടായിട്ടുണ്ട്. ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ വളരെയധികം കുട്ടികൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിൽ നിന്നും വരുന്ന കുട്ടികളുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെ
കണ്ടുപിടിച്ച് അവർക്ക് യൂണിഫോം അത് സൗജന്യമായിട്ടും ഡെസ്ക് ഫെയർ സൗജന്യമായിട്ടും നോട്ട്ബുക്കും ബാഗും സൗജന്യമായിട്ടും അതുപോലെ അവർക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ അതും ഈ സ്കൂളിൽ നിന്നും ഞങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അതിന് ഇവിടെ അധ്യാപകരും പ്രിൻസിപ്പളും ഉൾപ്പെടെ എല്ലാവരും ഒറ്റക്കെട്ടായി മാനേജ്മെന്റ് കൂടെ നിന്നുകൊണ്ട് അവർ ചെയ്യുവാൻ അവർ തയ്യാറാണ്, അവർ ചെയ്തിട്ടുമുണ്ട്. കുട്ടികളും അധ്യാപകരും വളരെ സൗഹൃദത്തോടു കൂടി തന്നെ ഇടപെടുന്നു എന്നുള്ളതുകൊണ്ട് അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവർക്കുണ്ടാകുന്നതായ മാനസികമായ ബുദ്ധിമുട്ടുകളും ശാരീരികമായ ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി അവർക്ക് തക്കതായ ശുശ്രൂഷ നൽകുന്നതിനും അവർക്ക് വേണ്ടതായ സഹായങ്ങൾ നൽകുന്നതിനും അതേപോലെ കൗൺസിലിങ്ങുകൾ നടത്തുന്നതിനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് സന്തോഷത്തോടു കൂടി പറയട്ടെ. അതിൻ്റെ ഫലമായി കുട്ടികളിൽ വളരെയധികം പുരോഗതി ഉണ്ടാകുകയും കുട്ടികൾ വളരെ സ്നേഹത്തോടു കൂടി ഇന്ന് പല കുട്ടികളിലും കാണുന്നതായ ദുസ്വഭാവങ്ങൾ, അതായത് മയക്കുമരുന്ന്, പുകവലി അങ്ങനെയുള്ള ശീലങ്ങളൊന്നും ഞങ്ങളുടെ കുട്ടികൾക്ക് ഇല്ലാതെ കുട്ടികൾ വളരെ നല്ല കുട്ടികളായി വളരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അധ്യാപകരുടെയും PTA-യുടെയും മാനേജ്മെന്റിന്റെയും കൂട്ടായ പരിശ്രമത്തോടുകൂടി വളരെ നല്ല ഒരു വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കാനായിട്ട് എബനേസർ ഹയർ സെക്കൻഡറി സ്കൂളിന് കഴിയും. അങ്ങനെ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.